ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തത് ഒരു സീരീസാണ്. നമ്മുടെ DC-യുടെ ഒരു സൂപ്പർ ഹീറോ സീരീസാണ് പീസ് മേക്കർ എന്ന് പറഞ്ഞ സീരീസ്. 2022 റിലീസ് ചെയ്ത സീരീസാണ്. ഇപ്പോൾ ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ 8 എപ്പിസോഡുകൾ അടങ്ങുന്ന സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. ഈ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ആഗസ്റ്റ് മാസം 22-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത സിനിമ ഒരു കന്നഡ മൂവിയാണ്. ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ പാത്രപ്പെടുന്ന ഒരു സിനിമയാണ് XNY എന്ന് പറഞ്ഞ സിനിമ. ജൂലൈ മാസം 25-ാം തീയതി സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. കന്നഡ ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തത് ഡ്രാമ ത്രില്ലർ പാത്രപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. നമ്മുടെ പൃഥ്വിരാജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത, പൃഥ്വിരാജും കാജലും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഷർസാമി എന്ന് പറഞ്ഞ സിനിമ. ഡ്രാമ ത്രില്ലർ പാത്രപ്പെടുന്ന ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ജൂലൈ മാസം 25-ാം തീയതിയാണ്. ഹിന്ദി സിനിമയാണ്. മലയാളം ട്രെയിലറൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം ഓഡിയോയും പ്രതീക്ഷിക്കാവുന്നതാണ്, മലയാളം ഡബിടും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഹണ്ടിങ് വൈഫ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയാണ്. നേരത്തെ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത സിനിമയാണ് ഈ സിനിമ. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത സിനിമ നമ്മുടെ വിജയ് ആന്റണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയായിരുന്നു മാർഗൻ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സഹായിച്ച സിനിമയാണ്. ഇപ്പോൾ ടെൻറ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. തമിഴ് ഭാഷയിൽ ടെൻറ്റ് OTT പ്ലാറ്റ്ഫോമിൽ ജൂലൈ മാസം 25-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആമസോൺ പ്രൈമിലും ഇതേ ദിവസം തന്നെ ആമസോൺ പ്രൈമിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ റോഷൻ മാത്യു, ദിലീഷ് പോത്തനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാള സിനിമയായിരുന്നു റോന്ത് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാം. അടുത്തൊരു മലയാള സിനിമയാണ് സംശയം എന്നാണ് സിനിമയുടെ പേര്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഷറഫുദ്ദീനും വിനയ് ഫോർട്ടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയുടെ OTT റൈറ്റ്സ് മനോരമാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂലൈ മാസം 24-ാം തീയതി മനോരമാക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.